അജ്മാൻ ബസ് സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ അജ്മാൻ മ്യൂസിയത്തിലേക്ക് കേട്ടോ. ഇങ്ങനെയൊക്കെ യാത്രകൾ ചെയ്തിട്ട് ഞാൻ എന്നെ തന്നെ വീണ്ടെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ തോന്നാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരാളുടെ ജീവിതവും അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ എന്ന് ഓരോരുത്തരും തീരുമാനിക്കുമ്പോഴാണ് അയാളുടെ ജീവിതം അത്രമേൽ മനോഹരമായിട്ട് മാറുന്നത്. ഇനി ഞാൻ അജ്മാൻ മ്യൂസിയത്തിനെ കുറിച്ചിട്ട് പറയാം. പുരാതന കാലത്തെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വെപ്പൺസും അതുപോലെ തന്നെ പഴയ കാലത്തെ ആ ഒരു പഴകിയ മോഡലിലുള്ള കിച്ചണും ഈത്തപ്പഴമൊക്കെ സൂക്ഷിക്കുന്ന അറകളും അങ്ങനെയുള്ള ഒരുപാട് പഴയകാല കൾച്ചറുകളാണ് നമുക്കിവിടെ അജ്മാൻ മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ അജ്മാൻ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ ടിക്കറ്റ് എടുക്കണം. നോർമലി ഇവിടെ എല്ലാവർക്കും 5-10 രൂപയാണ്, രൂപയല്ല ദിറംസാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ എനിക്ക് ഡിസബിലിറ്റീസിയുടെ ആ കാർഡ് ഉള്ളത് കൊണ്ട് ഫ്രീ എൻട്രി ആയിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ അകത്ത് കയറുമ്പോൾ ശരിക്കും ഒരു ഓൾഡ് ഹോം ഉണ്ടല്ലോ, മീൻസ് ഒരു പഴയ കാലത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. കാരണം അവിടെയുള്ള ഓരോരോ ഈ റാന്തൽ വിളക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്നത് ഈ അജ്മാൻ മ്യൂസിയത്തിൻ്റെ ഒരു 3D മാപ്പ് പോലത്തെ ഒരു സംഗതിയാണ്. അവിടെയുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടാവും എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ആദ്യം പോയത് ഒരു പഴയ കാലത്തെ ലാൻഡ് റോവർ കാറ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് 1960 ഉണ്ടായിരുന്നതാണെന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിപൊളി ഒരു വിൻറ്റേജ് ലുക്കിൽ. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഈ പീരങ്കി ഉണ്ടല്ലോ, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന പീരങ്കി, അത് കാണാൻ പറ്റി. 18-ാം നൂറ്റാണ്ടിലെ ഒരു വലിയൊരു കോട്ടയായിരുന്നത്രേ ഈ അജ്മാൻ മ്യൂസിയം. പവിഴക്കല്ലും ജിപ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു കോട്ടയാണ് ഇത്. ഭരണാധികാരികളുടെ കൊട്ടാരമായിട്ടും പിന്നീട് ഒരു പോലീസ് സ്റ്റേഷനായിട്ടൊക്കെ ഇത് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചരിത്രം ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്കും എല്ലാവർക്കും അത്യാവശ്യം കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയം തന്നെയാണ് അജ്മാൻ മ്യൂസിയം കേട്ടോ. ഇങ്ങനെയായിരുന്നു ഇവിടെ ജയിലായിരിക്കുമ്പോൾ തടവറയിലുള്ള ആളുകളൊക്കെ ലോക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാലിങ്ങനെ നീട്ടി വെച്ചിട്ട് അവിടെ ഒരു റോഡ് പോലെ ഉണ്ടായിരുന്നു. ആ റോഡിലേക്ക് കാലിറക്കി വെച്ചിട്ട് ആ കാലങ്ങോട്ട് ലോക്കാക്കി വെക്കും. ഇങ്ങനെയായിരുന്നു പ്രിസൺ വർക്ക് ചെയ്തിരുന്നത്.